ഇതാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പ്ലാൻ അമ്മ എന്നുള്ള രീതിയിൽ മനസ്സല്ലേ, ഞാൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. കിച്ചുവിനെ തള്ളിക്കളയുന്നില്ല. രണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കും. മക്കളാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണണം, എങ്കിലേ ഇതിന്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടത്തുള്ളൂ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് രേണുവുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. മറ്റേ അഭിനയിക്കാൻ പോയപ്പോ അവൾക്ക് അവൻ പറഞ്ഞ ഡ്രസ്സ് ഇട്ടില്ല, അവൾ അവിടുത്തെ അവസാനം വെള്ളം അടിച്ച് കിടന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവര് മറ്റേ ഡ്രഗ് അടിച്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. ചുരുക്കി ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് പുതിയ മറ്റേ കന്നും കുട്ടിയും കുന്നും കുട്ടിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആൽബം പോലെ വേറൊരെണ്ണം പുതിയത് അഭിനയിക്കാൻ പോയി. അവിടെ ഒരു അപരാധി മോനുണ്ട്, ഒരു മുടി വളർത്തിയ മീശയും താടിയില്ലാത്ത ഒരു അപരാധി മോൻ. അവനെ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇവനെ സൂക്ഷിക്കണം. കാരണം നാളെ ഇവൻ്റെ അടുത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഇതുപോലെ അഭിനയം എന്ന് പറഞ്ഞ് പേരിൽ പോയി കഴിഞ്ഞാൽ ഇവൻ പിടിച്ച് അപരാധിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അതുപോലെ രേണുവിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് രേണു പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു, കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു. ഇത് അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാം കണക്കാണ്. പിന്നെ രേണു, നിനക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ചെയ്ത് കൂട്ടിയതിനുള്ള കർമ്മഫലമാണെന്ന് നിങ്ങൾ കൂട്ടിക്കോ. അത് തന്നെയാണ് നിനക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിന്റെ കയ്യിലിരിപ്പിനുള്ളത്. അപ്പൊ അതല്ല ഇവിടുത്തെ മെയിൻ വിഷയത്തിലോട്ട് ഞാൻ വരാം. കാരണം ഇത് ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം. ഇവിടെ തെറ്റ് ശരി എന്ന് പറയുന്ന രണ്ട് ഫാക്ടർ ഉണ്ട്. ആ ഒരു സാധനത്തിലോട്ട് നമുക്കൊരു ക്ലാരിറ്റി കൊണ്ടുവരണം. അതായത് രേണു അഭിനയിക്കാൻ പോയ സമയത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്താ അവിടെ ഇവിടെ പൊടുപ്പും തുങ്ങലും വെച്ചിട്ടുള്ള ഡ്രസ്സ് എന്തോ എടുത്ത് അവൻ കൊടുത്ത്. അത് രേണു പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല, അത് ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു. അപ്പൊ അവൻ പറയണ അത് പറ്റത്തില്ല, ഇത് ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്ത് മൊത്തത്തിൽ അടിയും ബഹളവുമായി. മറ്റേ താത്തേറി ഇടയപ്പെട്ട് മൊത്തം അടിയും ചവിട്ടും കുത്തും വെട്ടും വെടിവെപ്പൊക്കെ ആയി. മൊത്തം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇവരുടെ അടിയും ബഹളവും ഒക്കെ കാണാൻ. അതല്ലാണ്ട് ഒരു റിലവന്റ് ടോപ്പിക് ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ അതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം. അതിന്റെ റീസൺ യവനെ ആ മുടി വളർത്തിയ ഡയറക്ടർ അവനെ എടുത്തു വെച്ച് വെളുപ്പിക്കുന്നുണ്ട്. ഡയറക്ടർ അവനെ ആക്ടർ എന്തൊക്കെയാണ് അവനെ എടുത്തു വെച്ച് വെളുപ്പിക്കുന്നുണ്ട്. അവൻ ലോക ചെറ്റയാണ്. അവനെ എഴുതി നെറ്റിയിൽ ഒട്ടിച്ചവൻ വെച്ചിട്ടുണ്ട് അവൻ ചെറ്റയാണെന്ന്. അതുകൊണ്ട് അവനെ ന്യായീകരിച്ച് മെഴുകുന്ന ടീംസിനോട് എനിക്കൊരു പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം അവനെന്തോ വലിയ നല്ല കാര്യം ചെയ്ത പോലെയൊക്കെയാണ് അവനെ എടുത്ത് വെച്ച് അങ്ങ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അവനെ അങ്ങ് ന്യായീകരിച്ച് മെഴുകുന്ന. അവള് കള്ളിയാണെങ്കിൽ അവൻ കാട്ടുകള്ളൻ, അതേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ അവക്ക് ഈ പറഞ്ഞ പോലെ ചെയ്ത് കുട്ടീന്റെ കർമ്മയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ തമ്മിലുള്ള സംസാരങ്ങൾ, ഈ ഡ്രസ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് പൈസയുടെ കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവൻ ഉടായ്പാണെന്ന്. ഏത് അവൻ ആ മുടി വളർത്തിയത് അവൻ അടക്കം ഉടായ്പാണെന്നുള്ളൊരു കാര്യം അതിൽ നിന്ന് തന്നെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് പിടികിട്ടും. പിന്നെ ഞാൻ വേറൊരു പോയിന്റിൽ ചിന്തിച്ചത്, ഇത് ഇവരുടെ പുതിയ കന്നും കുട്ടി റീല് അല്ലെങ്കിൽ ആൽബം റീച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു നാടക കളിയാണ് ഇവിടെ കളിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ആയി. ഞാനിത് കണ്ട സമയത്ത് ഇത് ആലോചിക്കുമായിരുന്നു. അടുത്ത റീച്ചിന് വേണ്ടിയിട്ടുള്ള എന്തോ പേക്കൂത്തുകൾ വീണ്ടും കാണിച്ചു കൂട്ടാൻ തുടങ്ങിയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപരാധികളുടെ കോട്ടയിലേക്ക് സ്വാഗതം. അപരാധങ്ങൾ കാണും, കണ്ടുകൊണ്ടേയിരിക്കും. നമുക്ക് കുറച്ച് രേണുവിന്റെ വോയിസുകൾ കേൾക്കാം. ഇതെന്താ സംഭവം? ഇതുപോലത്തെ ഏതോ ഡ്രസ്സ് രേണുവിന്റെ അടുത്ത് ഇടണമെന്ന് പറഞ്ഞു. രേണു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഹോട്ടായിട്ടുള്ള സാധനങ്ങളൊന്നും ഇടാറില്ല, ഞാൻ അതൊക്കെ ഇടുന്നത് എൻ്റെ മെമ്പർഷിപ്പിൽ മാത്രമാണ്. എന്തോന്നൊക്കെ കാണണം. മെമ്പർഷിപ്പിന്റെ അകത്ത് പോയിട്ട് കാട്ടപരാധം കാണിക്കുന്ന രേണുവിന് ഈ ഡ്രസ്സൊന്നും പറ്റത്തില്ല. ആദ്യം പറഞ്ഞ് സൈസ് അടിച്ച് ഞാൻ സെറ്റാക്കിയിട്ട് ഇട്ടിട്ട് കൊണക്കാന്ന്. പിന്നെ പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ല കമ്പിളി പതപ്പയാന്ന്. എന്തായാലും കേൾക്കാം. തീർന്ന ഇതാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂം. ഓക്കെ, ഇതാണ് തൽക്കാലത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലവൻ പറയുന്നത്. അതിന് ശേഷം അവൻ പറയുന്നതും കേൾക്കാം. അതെ, കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ഇടാൻ നോക്കാം എന്ന് രേണു തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രേണു പിന്നെ ഇട്ടതിന് ശേഷം നിനക്ക് എവിടെ കൂടിയേടി കംഫർട്ടബിൾ അല്ലാതെ ആവുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇത്തരം ഒരു ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറമുള്ള ഡ്രസ്സുണ്ട്. അകത്തിടേണ്ട പുറത്തിടേണ്ട ഷൂട്ട് വന്നപ്പോഴേ അവൾക്ക് ഫോട്ടോ കണ്ടപ്പം കുഴപ്പമില്ല, പിന്നെ ഇട്ടപ്പം കംഫർട്ടബിൾ ആവാത്തോണ്ട് അവൾ മാറ്റി എന്നുള്ള രീതിയിലുള്ള സാധനം. അവിടെ അവളും ഊടായ്പ, അവനും ഊടായ്പ്, അവളും ഊടായ്പ്. പിന്നെ അവളടുത്ത് അവൻ ബലമായിട്ട് പറഞ്ഞെന്ന് അവന്റെ ഭാര്യ പറഞ്ഞെന്ന് കിസടിക്കണമെന്ന്, മുന്തിരിങ്ങ പൊക്കിളിൽ വെച്ചിട്ട് അടിച്ച് വലിച്ചടിക്കണമെന്ന് എന്തൊക്കെയാ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് ദൈവത്തിനറിയാം. എന്തായാലും അഡ്രസ്സ്, ഫോൺ നമ്പർ, തല നമ്പർ, കോട്ടയം, അത് ഇത്, ഷൂസ് ഉണ്ട് 36 സൈസ്, കാലിന്റെ ഇടയിലല്ല കാലിന്റെ ഓക്കെ സൈസ്,
എല്ലാം അടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപരാധങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ വന്നിട്ട് ന്യായീകരണോ പറയടാ കുട്ടാ. അഡ്രസ് അയച്ചു കൊടുത്തേ ചേച്ചി, ഇങ്ങോട്ട് അയച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ ഇട്ടിട്ട് എനിക്ക് ഷേപ്പ് ചെയ്ത് കംഫർട്ടബിൾ ആണ് ഇടാന്ന് പറഞ്ഞു. ഓ, ഷേപ്പ് ചെയ്ത് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ഇടാം എന്ന് പറഞ്ഞു എന്നാണ് രേണു പറഞ്ഞെന്നാണ് ഈ വോയിസിൽ പറയുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നീയൊക്കെ കുറെ അപരാധികളെല്ലാം കൂടി അപരാധിക്കാനായിട്ട് ഇവിടെ ആൽബം എന്ന് പറയുന്ന ഒരു പേരിൽ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് എന്തൊക്കെയോ കാട്ടപരാധങ്ങൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടി അവിടെ തന്നെ നിങ്ങൾ തമ്മിൽ അടിയും വഴക്കും ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് ലൈം ലൈറ്റിൽ ചർച്ചയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് പേര് ഷൂട്ടിങ്, ആൽബം, കുവാപ്പ്, തേങ്ങ, കോല, ചകരി. അതേപോലെ ഈ ഒരു ഒറ്റ ചാറ്റിനകത്ത് അയാള് ലിപ് ലോക്കിന്റെ കാര്യമോ അല്ലെങ്കിൽ സീൻ എന്നോട് വിവരിച്ചൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. സീൻ പറഞ്ഞിട്ടേ ഇല്ല അയാള്. ഈ ഈ ഈ കടിക്കുന്നതും അല്ലെങ്കിൽ ഈ എന്താ പറയാ മുന്തി വയറിനകത്ത് വെച്ചിട്ട് പുക്കളി വെച്ചിട്ട് കടിക്കുന്നതും അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിനകത്ത് ചാടുന്നതും ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല. എന്നോട് അയാൾ പറഞ്ഞിട്ടുമില്ല ചേച്ചി. നിനക്കൊന്നും വേറെ ആരെയും കിട്ടിയില്ലടാ മുന്തിരിയും കടിച്ച് സ്വിമ്മിംഗ് പൂളിന്റെ അകത്ത് ചാടുന്ന സീൻ എടുക്കാനായിട്ട്. ഇതിനെയൊക്കെ കിട്ടിയുള്ളൂ. ഇത്രക്ക് ദാരിദ്ര്യം പിടിച്ചവന്മാരായിപ്പോയില്ലോ. കഷ്ടം. ഇഞ്ച് കണക്കിനൊന്നും പറയാമോ? അത് ഈ 36 എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ. ഇഞ്ചാ അവന് സൈസ്. അപ്പൊ ഓൺലൈനിൽ എടുക്കാനൊരു ഇതൊന്നും പറയോ? ഇത് ചെരുപ്പിന്റെ ഇഞ്ച് കണക്കൊന്ന് പറയോ? അത് ഓർഡർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഞ്ച് കണക്കിന് അത് എത്ര ഇഞ്ചാന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത ആരെങ്കിലും 3 ഇഞ്ചാണോ 4 ഇഞ്ചാണോ 6 ഇഞ്ചാണോ? നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ആ സാധനം എത്താനുള്ള ഒരു സമയമുണ്ട്. കഴിഞ്ഞ ടൈപ്പ് സാധനം എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത് കേട്ടോ. ഈ പാൻസിന്റെ സൈസ് എത്രയാണ്? അരയുടെ സൈസ്. ഇവന് ഷെഡിയുടെ സൈസ് വരെ അറിയണമല്ലോടാ. നീ ആരടാ? നായിന്റെ പട്ടി മകനെ. ഞാൻ ഒരു കാര്യം പറയും, ഇവനെ നോട്ട് ചെയ്ത് വെച്ചോണം. നല്ല കുടുംബത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണെന്ന് പറയുന്ന നല്ല വർഗത്തിലുള്ള സാധനത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണം പോലും ഇവന്റെ അടുത്തൊന്നും അഭിനയിക്കാൻ പോകരുത്. കാട്ടവരാതി കഴിവേറിയ മക്കളാണ്. ഞാൻ ഉള്ള കാര്യം പറയാം. ഇവനൊക്കെ അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പെണ്ണുങ്ങളെ മുതലെടുപ്പ് നടത്തുക, അല്ലെങ്കിൽ മറ്റേ പടങ്ങൾ, സീരീസ് അത് ഇതൊക്കെ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവൻ്റെയൊക്കെ ഉദ്ദേശങ്ങൾ. ഒരു പെണ്ണിനെ വച്ചിട്ട് അവൻ എന്ത് അപരാധോ പേക്കൂത്തും കാണിക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. അതിൽ രേണുവിൻ്റെ അടുത്ത് അവൻ്റെ ഭാര്യ പറഞ്ഞത്. ആ സ്ഥിതിക്കൊന്ന് ആലോചിച്ച് നോക്കി. ഇവൻ്റെ ഭാര്യ അടക്കം എമ്മാതിരി ഉള്ളവളാണെന്ന്. അഭിനയം ഒന്ന് പറഞ്ഞ് പേര് വിട്ടിട്ട് പേക്കൂത്തുകളോ അഴിഞ്ഞാട്ടങ്ങളോ ആഭാസങ്ങളോ വച്ചടികളാണ് അവിടെ നടക്കുന്നത്. ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല ദയവ് ചെയ്തിട്ട്. അവനെ കുറേ എണ്ണം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു വേറെ പലരുടെയും കമന്റ് ബോക്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപരാധികളാണ്, എല്ലാം അപരാധികളാണ്. കുറെ അപരാധങ്ങൾ പിടിക്കുന്ന കുറെ അപരാധികളാണ്. ഇതിൽ ഒരെണ്ണത്തിനെ നമുക്ക് ന്യായീകരിക്കാനില്ല കേട്ടെ. അവര് വെച്ച് കഴിഞ്ഞ പ്രോജക്ട് ഡ്രസ് ഉണ്ട് പ്രോജക്ട് കൊടുത്തതാ. അതിന്റെ ഷൂട്ട് 6-ാം തീയതി 7-ാം തീയതിയാണ്. ഈ ഏപ്രിൽ 6-7 ഈ വരുന്ന 6-ാം തീയതി 7-ാം തീയതി. അപ്പൊ അത് കക്കാടംപൊയില് പൊറായി എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിനെ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത്യാവശ്യം ഇന്റിമേറ്റ് സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോജക്റ്റ് പോലെയല്ല, ഇത് കണ്ടറിഞ്ഞ് റിലീസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു, മറുപടി പ്രതീക്ഷിക്കുന്നു. അതായത് കുറച്ച് ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം പോലെയല്ല ഇപ്രാവശ്യം നമ്മൾ പണ്ണം എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. കുറച്ച് ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ടാവും. എസ്മ സിഗ്മ പോലത്തെ സീരീസ് ഇറക്കാനുള്ള പ്ലാനാണെന്ന്. കൊടുത്ത ഡ്രസ്സ് എന്തായാലും കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ലൈക്ക് അടിച്ച്. നല്ല ഡ്രസ്സല്ലേ? ഇതിനേക്കാൾ ഇല്ലാതെ വന്നാൽ മതിയായിരുന്നല്ലോ രേണു. ഇതെല്ലാം കൊള്ളാം. അപരാധികളെ അപരാധങ്ങൾക്കല്ലേ വിളിക്കത്തുള്ളൂ. ചിന്തിച്ചാ മതി. പൂൾ സീൻ ഉണ്ട്. അപ്പോ സെലക്ട് ചെയ്യാമോ? അത് ഞാൻ ബിക്കിനി ഇടത്തില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബിക്കിനി തന്നെയാണ്, ബിക്കിനിയുടെ വേറൊരു വേർഷനാണ്. എന്തൊക്കെ അപരാധം കാണിച്ചില്ല. ബിക്കിനി ഇടില്ല എന്ന് രേണു നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന്. എടി മെമ്പർഷിപ്പിൽ നീ എന്തിനൊക്കെ എടി കാണിക്കുന്നേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധമായിപ്പോ. ഞാൻ മിണ്ടാതിരിക്കുന്നത് നിന്റെ നല്ലത്. പറയടി. ബിക്കിനി അല്ല, മോണോക്കിനാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച താഴത്ത് ഒരു ഷാളാക്കാം എന്നാ വിചാരിച്ചു. ഇതിലുള്ള പിക്ചർ അതിനേക്കാളും 2 കോണാൻ വലിച്ചു കെട്ടറാ. താഴത്തേക്ക് 2 ഷാളാക്കാന്ന്. കോണാൻ വലിച്ചു കെട്ട് 2 അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിൽ കൂടി ഇടയിൽ കൂടി. ഞാൻ പോയിന്റ് തന്നെ ഇട്ടുന്നേ ഉള്ളൂ.
താഴത്തെ ഒരു ഷാൾ ആകുമ്പോ അത് 3 മടക്കുമ്പോ കുറച്ചുകൂടി ലെങ്ത്തിൽ കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പീസ് ഇച്ചിരി ചെറുതായി റെഡിയാ. ഇതോ ഇപ്പൊ ഇട്ട ഈ പിക്ചറോ അഡ്രസ് ഒന്ന് പറയണേ. ഡ്രസ് ആ അഡ്രസ്സിലേക്ക് അയക്കാം. അപ്പൊ കൈപ്പറ്റാൻ പറ്റുന്ന അഡ്രസ് ഏതാണോ അത് പിൻകോഡ് അടക്കം എഴുതി. അഡ്രസ്സ് മാറി ബിഷപ്പിന്റെ വീട്ടിലൊന്നും കൊണ്ട് ഈ ഷെഡിയും ബാടിയൊന്നും കൊടുത്തു കളയില്ലേ. ഉള്ള കാര്യം പറയാം. പോസ്റ്റ് മാൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൊണ്ട് അവിടെ കൊടുത്തു കളയില്ലേ. തങ്കച്ചേട്ടൻ്റെ കറക്റ്റായിട്ട് ഏൽപ്പിക്കണം. തങ്കച്ചേട്ടൻ എന്ന് പറഞ്ഞാണെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്തിട്ട് വേണം ആളെ നോക്കി വെച്ചിട്ട് കൊണ്ടു കൊടുക്കണം കേട്ടാ. അല്ലാതെ ബിഷപ്പിന്റെ കൊണ്ട് കൊടുത്തുകളയില്ല. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഷെഡിയും ബാടിയായിരിക്കും ഇരിക്കുന്നത്. വല്ലാത്ത അവസ്ഥ. സെറ്റാണ്. പക്ഷെ ഇതിന്റെ പുറത്തുള്ള കോട്ട് വേണം, ഓവർ കോട്ട് വേണം. അതൊക്കെയാണ് ഇത് സെറ്റാണ്. നിങ്ങൾ തന്നെ അത് റെഡിയാക്കി. എനിക്കിത് എവിടെ ചെന്നാ. പിന്നെ തല മുങ്ങണ്ടല്ലോ കൂളിന്ന്, എനിക്ക് പേടിയാ. ഓവർ കോട്ട് വേണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓവർ കോട്ടത്തിന് മുഴുവൻ മൂടി കോട്ട് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഓവർ കോട്ട എന്നെ ഷഡ്ഡിയാ എടുത്തിട്. ഞാനൊരു കാര്യം പറയാം. ഇവള് ചെയ്തു കൂട്ടിയതിനുള്ള കർമ്മയാണ് ഇവൾക്ക് പഠിച്ചിട്ടുള്ളത്. ഇവളുടെ കുന്തളിപ്പിനും ഇവളുടെ ഒരു അഹങ്കാരത്തിനും ആ ഒരു വൃത്തികെട്ട ക്യാരക്ടറിനും ഇവക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചടിയാണ് ഈ സംഭവം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായം ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇത് രണ്ടും കണക്കാ. അപരാധ വീഡിയോകൾ എടുക്കാനും ആൽബത്തിന്റെ മറവിൽ വേറെ പല അപരാധങ്ങളും കാണിച്ചു കൂട്ടുന്ന നിനക്കൊക്കെ ഇതൊരു അടിയായിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. നീയൊക്കെ അങ്ങനെ ഇരുമ്പോൾ ചുളിവിൽ അങ്ങോട്ട് ഇരുന്ന് സൂചിച്ചു പോകണ്ട. നിനക്കൊക്കെ 10 അടി തിരിച്ചടി കിട്ടിയാലേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. ഹായ്, നമസ്കാരം. ഞങ്ങൾ മ്യൂസിക് കുണി കണിങ്ങി നിന്റെ പണി എന്റെ പൊച്ച അഞ്ചാഞ്ചി ദാസപ്പൻ പോലെ ആരാ എവിടത്തെ ദാസേട്ടൻ ഉണ്ടാ എനക്ക്? ദാസപ്പായി അത്രയും മതി. അവര് വെച്ച് കഴിഞ്ഞ പ്രോജക്ട് ചെയ്താ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്, വെണ്ണില എന്ന് പറഞ്ഞിട്ട്. വെണ്ണില ചന്ദന കിണ്ണം കുഞ്ഞമ്മയുടെ കായലിലേതോ രണ്ടിണം മങ്ങി ഊന്നി ഊന്നി നീ. അതിന്റെ ഷൂട്ട് 6-ാം തീയതി 7-ാം തീയതിയാണ്. ഏപ്രിൽ 6-7 ഈ വരുന്ന 6-ാം തീയതി 7-ാം തീയതി. അപ്പൊ അത് കക്കാടംപൊയില് പൊറായി എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിനെ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ആരടാ, അല്ലെങ്കിൽ നിന്റെ കൊണച്ച ഷൂട്ടിങ് ആൽബം ആർക്ക് വേണം? പട്ടിത്തിട്ട സാധനങ്ങള്, അവന്റെയൊക്കെ കൊണവധികാരങ്ങള്. അത്യാവശ്യം ഇന്റിമേറ്റ് സീനും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അത്യാവശ്യം ഇത് കണ്ടറിഞ്ഞ് റിലീസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. മറുപടി എന്റെ സപ്പോർട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഞാൻ ഉറങ്ങിപ്പോയി. എന്തോ കാര്യമായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ അപരാധങ്ങൾ. അത് വിട്. ഇനി രേണുവിന് അയച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോ, രേണുവിന്റെ ചാറ്റ് നമുക്കൊന്ന് കാണാം. എന്തായാലും കൊള്ളാടെ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ചിരി വന്ന്. നമുക്കിതൊക്കെ കണ്ടിട്ട് കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം. മാർച്ച് 15-ന് പോവാം. അതിന് മുന്നേ നമുക്ക് ചെയ്താലോ? മാർച്ച് 15-ന് പോവാം. 10-11 നമുക്ക് ചെയ്താലോ? മാർച്ച് 10 അല്ലെങ്കിൽ മാർച്ച് 12, 13 നമുക്ക് ആൽബം ചെയ്താലോ? അപ്പൊ അതിന് നേരത്തെ അങ്ങ് ചെയ്യാം, ചെയ്തു വെക്കാം. അങ്ങനെ ചെയ്താലോ? മാർച്ച് 12, 13 ചെയ്താലോ? 12, 13 2 ദിവസം. 15-ന് വന്ന് 12, 13 ഒന്ന് മാഷൊന്ന് കൺഫേം ആയിട്ടൊന്ന് പറയുമോ? ഞാന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ എറണാകുളത്താ. നമുക്ക് ആദ്യം ചെയ്യണം കേട്ടോ, നന്നായിട്ട് ചെയ്യണം. പ്രമോഷൻസിന്റെ ടൈം ആകുമ്പോ, ഷൂട്ടിന്റെ ടൈം ആകുമ്പോ ഞാൻ തന്നെ ചേട്ടന്റെ കയ്യില് നമ്പർ തരാം, മീഡിയക്കാരുടെ നമ്പർ. ചേട്ടൻ തന്നെ ചേട്ടൻ എന്തിനാ അതൊക്കെ ഡിലീറ്റ് ആക്കിയത്? ഞാന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ എറണാകുളത്താ. നമുക്ക് ആൽബം ചെയ്യണം കേട്ടോ, നന്നായിട്ട് ചെയ്യണം. പ്രമോഷൻസിന്റെ ടൈം ആകുമ്പോ, ഷൂട്ടിന്റെ ടൈം ആകുമ്പോ ഞാൻ തന്നെ ചേട്ടന്റെ കയ്യില് നമ്പർ തരാം, മീഡിയക്കാരുടെ നമ്പർ. ചേട്ടൻ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ വേറെ ഇല്ല. നമുക്ക് പ്ലാൻ ചെയ്യാം. ആൽബം അല്ലേ, പ്ലാൻ ചെയ്തോളൂ. നമുക്ക് നായകൻ പ്രതീക്ഷിനെ ആക്കിയല്ലോ. പ്രതീക്ഷ ഞാൻ കുറെ നാളായിട്ട് അഭിനയിച്ചിട്ടില്ലായിരുന്നു. നായകൻ പ്രജീഷിനെ ആക്കിയല്ല. പ്രജീഷ് ഞാനവിടെ കുറെ കാലം അഭിനയിക്കുന്നില്ല. അതെന്ത് പറയണോ പ്രജീഷിനെ ആക്കാൻ പറയുന്നത്? ഞാൻ അതിന്റെ ഗുഡൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടാ. ഏത് പ്രജീഷിനെ നായകനാക്കാൻ പറയുന്നത്? എന്റെ ഗുഡൻസ് പറഞ്ഞു കൊടുക്കട്ടാ. ഞാനെങ്ങനെ അറിയുന്നില്ലേ? പാക്കത്താനാ പറയുന്നത് കാളിയോടാട്ടത്തെ.
எப்படி பண்ணணும்னு எனக்கு தெரியும். மோதணும் முடி பண்ணிட்டு மந்திரின்னு பார்க்கட்டே മൈത്രിന്ന് பார்க்க மாட்டேன், മോദിത്താ പാപ്പേ. ഇപ്പം മനസ്സിലായ? നമുക്കറിയാം, നമ്മെല്ലാം അറിയുന്നു. ആയിക്കോ താമരശ്ശേരി എത്തും വെളുപ്പിന്. എന്നിട്ട് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഉച്ചയ്ക്ക് തുടങ്ങാം. ഷൂട്ട് നടക്കത്തുള്ളൂ. എല്ലാം ക്ലിയർ ആക്കണം. പിന്നെ എന്തൊക്കെയാ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഒന്ന് പറയണം. എന്റെ ഡ്രസ്സെല്ലാം പോയി. നീ എന്ത് തേങ്ങയിലും കൊണ്ടുപോകാം. പക്ഷെ എന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആണ്. ഞാൻ ആകെ പെട്ടിരിക്കുവാണ്. നമുക്ക് ചിലപ്പോൾ ഷൂട്ടിന്റെ ഡേറ്റ് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ എന്തായാലും അറിയിക്കാവേ. ഞാൻ ഇപ്പോഴും ദുബായിലാണ്. ഞാൻ ആകെ പാട് ഭയങ്കര ടെൻഷനിലിരിക്കും. എനിക്ക് ഫ്ലൈറ്റ് അത് ക്യാൻസലായി. എന്റെ രേണു ആകെപ്പാടെ ടെൻഷനിലിരിക്കുന്നു. ഫ്ലൈറ്റ് ക്യാൻസലായി. കണ്ണീരെന്താ പോയത്? പോയില്ലേ? പോയി. എനിക്ക് തോന്നിയതാണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ണീര് പോയിട്ടുണ്ട്. ആത്മാവായിരിക്കും കണ്ണീരില്. അല്ല, കണ്ണീര് പോയി. അതെ, ഉറങ്ങി ഉറങ്ങി കണ്ണ് നിറഞ്ഞ് കണ്ണീര് വരെ പോണു. പറ രേണുവിന്റെ കരച്ചിലേട്ടപ്പോ ഞാൻ അറിയാണ്ട് കരഞ്ഞു വരണു. ഞാനും ആകെ ടെൻഷനിലും സങ്കടത്തിലാണ് രേണു. ഒന്നും പറ്റില്ല. ഈ അതിലുണ്ടാത്തില്ലേട്ടൻ പണം അവര് മാക്സിമം നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ മാഷിനോട് പറയാം. സത്യമായിട്ട് ആകെ ടെൻഷൻ. എല്ലാം ക്യാൻസൽ ആവും. എനിക്ക് സമാധാനമില്ല മാഷെ. ഞാൻ മെസ്സേജ് അയക്കാം. പക്ഷേ നിന്നെ സ്കൂളിൽ പഠിപ്പിച്ചേടി മാഷെന്ന് വിളിക്കാൻ. എന്തായാലും ക്യാൻസൽ ആവാൻ പോകുന്നു. സമാധാനമില്ല രേണുസുതിക്ക്. നമുക്കും സമാധാനമില്ല. രേണുസുതി നാട്ടി എത്തിയാലേ കുണിങ്ങി കുളിച്ചതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും അവിടെ ഇരുന്ന് മെമ്പർഷിപ്പിൽ അവരാതും കാണിക്കുന്നുണ്ടല്ലോ. കണ്ടിന്യൂ കുണിങ്ങി കാണിക്കുക. തീർന്ന മെയിൻ ഒരു 3-4 മെയിൻ വീഡിയോ കോൾ നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടോളാം. ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ആരാണ് കോൺടാക്ട് ചെയ്യണം അവരെ കോൺടാക്ട് ചെയ്തോണേ. ഈ ഒരു വീഡിയോക്കാരനെ കൂടെ ഒന്ന് വിളിച്ചേക്കാം. തീർന്നല്ല, ഇനിയുണ്ട്. ഇനി കിച്ചുൻ്റെ അതിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കിച്ചുൻ്റെ കൂടി കണ്ടിട്ട് പോകാം. അതും കൂടി തീർത്തിട്ട് നമുക്ക് സംസാരിക്കാം. മനസ്സല്ലേ, ഞാനൊരിക്കലും തള്ളിക്കളയുന്നില്ല. എന്റെ കഴിഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കും. കാരണം പുതിച്ച മക്കളാണ്. മാനിപ്പുലേറ്റിംഗ് അല്ലെന്ന് അവൻ തന്നെ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ ആണ് കുട്ടിയാണ്. എന്നോട് പറയത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് കരഞ്ഞാലും ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കുമോ. ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അപ്പൊ എന്റെ അമ്മ വന്നപ്പം അമ്മ പറഞ്ഞു, സുധിച്ചേട്ടന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് സുധിച്ചേട്ടൻ ചെറുപ്പത്തിലേ ഇങ്ങനെ എന്ത് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കരയുമെന്ന്. എന്ത് പറഞ്ഞാലും സുധിച്ചേട്ടൻ ചെറുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് കരയുന്നു. അതുകൊണ്ട് ഞാനും കരയുന്നു. എന്തിനാണ് രേണു നീ പറയുന്നേ? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞാൻ നിന്നെ ഒരു എന്ത് പീസായിട്ടാണ് കണ്ടിട്ടുള്ള? ക്യാമഡി പീസായിട്ട്. കൂടുതലായിട്ട് നിന്നെ എനിക്ക് കാണാനും വയ്യ, ഞാൻ കാണത്തുമില്ല. അതുകൊണ്ട് അത് വിട്, അതവിടെ തീർന്നു. ഒരു കോമഡി പീസ് മാത്രമാണ് എനിക്ക് എൻ്റെ രേണാസുന എന്ന് പറയാനുള്ളൂ. രേണു, നിന്നെപ്പോലെ ഒരു കോമഡി പീസിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. இந்த உலகத்திலே കുയില പൊടിച്ച് കൂട്ടിലടച്ച് പാടച്ചൊല്ലിറേ ഉലകം, മൈല പൊടിച്ച് കാല ഉടച്ച് ആടച്ചൊല്ലിറേ ഉലകം, ഏണ്ടാ ഇന്ത ഉലക ഇപ്പിടി ഇറുക്കെ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ വിഷയം ഏതോ പുതിയ അപരാധ ആൽബം പിടിക്കാൻ വേണ്ടി പോയപ്പോൾ രേണുവിൻ്റെ അടുത്ത് ബിക്കിനി ഇടണമെന്ന് പറഞ്ഞ് രേണു പറഞ്ഞ് പറ്റത്തില്ല ബിക്കിനി ഇടണമെന്ന്. അങ്ങനെ ബിക്കിനി ഇടണമെന്ന് പറഞ്ഞ് പറ്റാത്ത വന്നപ്പോൾ രേണു ആണെങ്കിൽ അവിടെ കിടന്ന് പ്രതികരിച്ചപ്പോൾ അത് രേണു കള്ളുപിടിച്ചുകൊണ്ട് കന്നും കുട്ടിയായതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന ഏതോ ഉണ്ടാമോ ഇപ്പുറത്തു നിന്ന് മറ്റവരുടെ ചാനലിൽ നിന്ന് കുണയടിച്ചു. അവൻ വെറും കാവാഴയാടി മോനാണ്. കാരണം അവൻ തള്ളി മറിക്കുന്നതാണ്. അവൻ വെറും ഒരു ചേട്ടയാണ്. അതും അവന്റെ ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കാട്ടാവരാതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവന്റെ ഭാര്യ ആയിരുന്നിട്ട് അവളെ മറ്റവളുമായിട്ട് ഇന്റിമേറ്റ് അടിച്ചോളാം. മറ്റേ പൊക്കിള് കൊടിയല്ലല്ലേ മുന്തിരിയും വെച്ച് കിസ്സും അടിച്ച് എല്ലാം ചെയ്തോളാൻ പറയുന്നു. അപ്പോൾ അവള് നല്ല സ്പഷ്ട ഒന്നാം തരം ഭാര്യയാണെന്ന് എനിക്ക് അവിടെ നിന്ന് തന്നെ കണക്റ്റായി മനസ്സിലായി. ഓക്കെ, വോട്ടവർ അതെന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ. എത്രയോമാര് ഭാര്യകളെ വെച്ചിട്ട് ജീവിക്കുന്നു. SR യൂട്യൂബ് എക്സാമ്പിൾ. ഓക്കെ, അത് നമ്മുടെ ടോപ്പിക്കല്ല. വിട്. അപ്പോൾ ഇതാണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അപരാധമാണ് എൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളത്. രേണുവിനെ കൊണ്ട് ഇൻറ്റിമേറ്റ് സീനും മറ്റതൊക്കെ അഭിനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇപ്പുറത്തെ താത്തേൻ ടീം വാദിക്കുന്നത് അത് രേണുവിൻ്റെ അറിവോടുകൂടിയാണ്, രേണു പറഞ്ഞിട്ടാണെന്ന് പറയുന്നു. എന്നാൽ അവൻ പറയുന്നില്ല രേണു പറഞ്ഞു, രേണുവിൻ്റെ സമ്മതത്തോടുകൂടിയാണ് നമ്മൾ നിന്നതെന്ന് അവൻ പറയുമ്പോൾ രേണു പറയുന്നു ഇല്ല, അത് എൻ്റെ സമ്മതമൊന്നും ഇല്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം.
നീ രേണു, അതായത് ഇവിടെ രേണുസുതി നിരപരാധിയായാലും അപരാധിയായാലും നീ എരന്ന് വാങ്ങിച്ചത്, അത് ഒരു പോയിന്റ്. കർമ്മ, കാരണം നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന കുന്തളിപ്പിനും എല്ലാത്തിനും നിനക്കൊരു തിരിച്ചടി കിട്ടണം. പണ്ടേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തലമുറകളായിരുന്നു കർമ്മ ബാധിച്ചിട്ടുള്ളത്. ഇപ്പം അവനവൻ ചെയ്യുന്ന അവനവൻ അത്യാവശ്യം നല്ലോണം കിട്ടി അത് വാങ്ങിച്ച് കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അങ്ങനെ വാങ്ങിച്ച് കൂട്ടിയതാണ് ഇപ്പോൾ രേണുവിന് പറ്റിയ അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ അപരാധികളെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ല. ഞാൻ ഒന്നിനെയും സപ്പോർട്ട് ചെയ്യത്തില്ല. രേണുവിനായാലും മറ്റേ ആൽബം എടുത്തവനായാലും ആ പുണ്ടാളായാലും ഈ പുണ്ടാളായാലും ഒന്നിനും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അതിൻ്റെ റീസൺ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതെല്ലാം റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പേക്കൂത്തായിട്ടാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. രേണു ആണെങ്കിൽ ഇന്റിമേറ്റ് സീൻ അഭിനയിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ എന്തോന്ന് എക്സ്പോസിങ് പറ്റത്തില്ല. പക്ഷെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തുടങ്ങി വെച്ചിട്ട് അവിടെ അവളെ മറ്റേ ഗിടുതാപ്പുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ പ്രതീഷ് അവൻ്റെ കാര്യം എനിക്കറിയാം. അവനെ തന്നെ നിനക്ക് നായകനായിട്ട് വേണമല്ലേ? അതെന്ത് പറ്റി കൊച്ചു കള്ളി അമ്പടി ജിഞ്ചിച്ചാക്കിട്ടി നോമെല്ലാം അറിയുന്നു. അത് പോട്ടെ, ഞാനെല്ലാം അറിഞ്ഞിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ വല്ലതൊക്കെ അറിയണ്ടേ? ഇതല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതൊരു അപരാധ യൂണിവേഴ്സാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കളി കാണുക, ചിരിക്കുക, വീട്ടിൽ പോവുക, കവ നടന്നു തുടങ്ങുക. ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ഇടണം.